കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ധനവില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പെട്രോൾ ഡീസൽ നിരക്കുകൾ GSTയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ് അവർ. ഇപ്പോഴുള്ള വാറ്റിൽ നിന്ന് അതിനെ മാറ്റണം. സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ഇന്ധനവില GSTയിൽ ഉൾപ്പെടുത്താമെന്നാണ് ധനമന്ത്രി പറയുന്നത്. ഇത്തരമൊരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും. GSTയിൽ ഉൾപ്പെടുത്തുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തുക. സംസ്ഥാന നികുതി ഉണ്ടാകില്ല. ഉൽപാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക. ഉൽപ്പന്നത്തിന് എക്സൈസ് തീരുവയും കേന്ദ്രം ചുമത്തും. സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രം അക്കാര്യം വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാണ്. ഇനി GST കൗൺസിൽ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന നികുതിയും ഇന്ധനത്തിന് ചുമത്തുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക നികുതി വ്യത്യസ്തമാണ്. അതേസമയം ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെന്ന വാദങ്ങളെ ധനമന്ത്രി തള്ളി. സംസ്ഥാനങ്ങൾക്ക് മുൻപുള്ള പോലെ തന്നെ കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഒരു സംസ്ഥാനത്തിനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ പുനഃസംഘടനാ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ അവരുടെ തലസ്ഥാന നഗരി നിർമ്മിക്കാനും പിന്നോക്ക മേഖലകൾ വികസിപ്പിക്കാനുമായി ഫണ്ട് അനുവദിക്കണമെന്ന് നിയമമുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമരാവതിയെയും പോളവാരി ജലസേചന പദ്ധതിയെയും കേന്ദ്രം പിന്തുണയ്ക്കും. പോളവാരം നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കടം വാങ്ങേണ്ടി വരും. എന്നാൽ ഈ ബാധ്യതകൾ വളർച്ചയെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ഉറപ്പാക്കേണ്ടതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ധനകമ്മി കുറയ്ക്കുക എന്ന കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത്. വളർച്ചാ നിരക്കിന് മാത്രമല്ല മുൻഗണന കൊടുത്തത്. എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതകൾ കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടാകും. പക്ഷേ വായ്പയെടുക്കൽ വളർന്നുവരുന്ന ഏത് രാജ്യത്തിനും നിർബന്ധമാണ്. എത്ര വായ്പയെടുക്കുന്നു, അത് എവിടെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും ധനമന്ത്രി പറയുന്നുണ്ട്. ഏതായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് വൻ നിരാശയായിരുന്നു ഫലം. പ്രളയ ദുരിതം നേടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല. ബീഹാർ, അസം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ പരിഗണിച്ചത്. അടുത്ത കാലത്തായി കേരളം വലിയ രീതിയിലുള്ള പ്രളയക്കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അവഗണന. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത്. അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയം നിയന്ത്രിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി നേപ്പാളിലേതിന് സമാനമായ രീതിയിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുക. എന്തായാലും പദ്ധതിയിൽ നിന്നും കേരളത്തെ ഒഴിവാക്കിയത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ട്.